എല്ലാവർക്കും എൻ്റെ പൊൻവീണ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷൈല രാജൻ. ഇന്ന് ഞാൻ സ്ഥിരം ഇടുന്ന വീഡിയോയിലും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ചില കാഴ്ചകളും ചില അനുഭവങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് കുറച്ച് നാളായി മലപ്പുറം ജില്ലയുമായി അടുക്കാനൊരു അവസരം ഉണ്ടായി. അതായത് ക്ലാസിൻ്റെ ഭാഗം, പിന്നെ കലോത്സവ വിധി നിർണയം ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ പോകേണ്ടി വന്നത്, അടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടി. അവരുടെ പേരാണ് താഹിറ. അവർ വഴി എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടായി. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. പച്ചപ്പിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒരു നാടാണ് മലപ്പുറം ജില്ല. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ്, എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. പിന്നെ ഞാൻ വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം പറയാണ്. എൻ്റെ പഞ്ചായത്തിൽ പേരിന് പോലും ഒരു മുസ്ലിംസ് ഇല്ല. അത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. അലിവ്, സ്നേഹം, പങ്കിടല്, ദയ, ഇതൊക്കെ അവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മളെ വളർത്തി വലുതാക്കി, വളരെയധികം കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച. പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനങ്ങളേ ഇല്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരവരുടെ മാതാപിതാക്കളെ നോക്കുന്നത് കണ്ടാൽ വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നു. മലപ്പുറം ജില്ലയുടെ മനോഹാരിത പോലെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കതയും. മലപ്പുറം ജില്ലയിൽ നന്നമുക്ക് എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തില് മണലിയാർ കാവ് എന്നൊരു ദേവീക്ഷേത്രമുണ്ട്. പ്രകൃതി രമണീയമായ ആ ദേവീക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാൻ നിങ്ങളെ ഞാൻ വീഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു.